തിരുവനന്തപുരത്ത് ശബരിനാഥിനെ മുൻനിർത്തിക്കൊണ്ട് കോർപ്പറേഷൻ ചർച്ചകൾ നടക്കുമ്പോൾ കോഴിക്കോടും ഒട്ടും മയമില്ലാതെ സ്ഥാനാർത്ഥി പോരിലേക്ക് നീങ്ങുകയാണ് മൂന്ന് മുന്നണികളും. മാത്രമല്ല, കോർപ്പറേഷനിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുറുകുമ്പോൾ CP മുസാഫർ അഹമ്മദിനെയും PM നിയാസിനെയും KP പ്രകാശ് ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. 76 ഡിവിഷനുള്ള കോർപ്പറേഷനിൽ വ്യക്തമായ ലീഡ് നേടാനാവുമെന്നാണ് LDFും UDFും NDAയും കണക്കാക്കുന്നത്. നിലവിൽ 75 വാർഡുള്ളതിനാൽ തന്നെ LDFിന് 50 സീറ്റിന്റെ മേൽക്കൈയുണ്ട്. UDFിന് 18, BJPക്ക് 7. ഇപ്പോഴത്തെ കൗൺസിലിൽ LDF ബഹുദൂരം മുന്നിലാണെങ്കിലും ഇനി സ്ഥിതി മാറുമെന്നാണ് മറ്റ് രണ്ട് മുന്നണികളും കണക്കുകൂട്ടുന്നത്. കോർപ്പറേഷൻ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കാനായി LDF നടത്തിയ ജാഥകൾ നയിച്ചത് മേയർ ഡോക്ടർ M ബീന ഫിലിപ്പും ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദുമാണ്. അഴിമതിയും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടി നടത്തിയ UDF ജാഥയെ PM നിയാസാണ് നയിച്ചത്. പഞ്ചദിന ധർണയും സത്യാഗ്രഹവുമാണ് BJP നടത്തിയത്. മുസാഫർ അഹമ്മദ് മുൻ MLA പരേതനായ CP കുഞ്ഞുവിന്റെ മകനുമാണ്. ഈ ടീമിൽ ഡെപ്യൂട്ടി മേയറായും മുൻപ് കൗൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കപ്പക്കൽ ഡിവിഷന്റെ വാർഡിന്റെ കൗൺസിലറുമാണ്. ഇക്കുറിയും ഇത് ജനറൽ വാർഡാണ്. ഇവിടെ തന്നെയാകും മുസാഫർ രംഗത്തിറങ്ങുക. കോർപ്പറേഷൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും LDF പോരിനിറങ്ങുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മുസാഫർ. സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉൾപ്പെടെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃനിരയിലുമുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസ് മുൻ കൗൺസിലറാണ്. ചാലപ്പുറം ഡിവിഷനിലായിരിക്കും നിയാസ് മത്സരത്തിനിറങ്ങുക. കോൺഗ്രസ് നേതാവായിരുന്ന K സാദിരിക്കോയുടെ മകനാണ് എന്നതും സവിശേഷതയാണ്. യൂത്ത് കോൺഗ്രസ്, KSU എന്നിവയുടെ ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. BJP സിറ്റി ജില്ലാ അധ്യക്ഷനായ KP പ്രകാശ് ബാബു ചാലപ്പുറത്ത് നിന്ന് മത്സരിക്കുമെന്നാണ് സൂചന. പാർട്ടി കുടുംബയോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രഭാരിമാരും ജില്ലാ അധ്യക്ഷന്മാരും മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി പൊതു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പ്രകാശ് ബാബുവിന് ഇതിൽ ഇളവ് നൽകിയേക്കും. BJP സംസ്ഥാന സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് ലോക്സഭയിലേക്കും ബേപ്പൂരിൽ നിന്ന് നിയമസഭയിലേക്കും ജനവിധി തേടിയിട്ടുണ്ട്. കൂട്ടിക്കിഴിക്കലുകളിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളാണിവയെങ്കിലും മുന്നണികൾ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകൂ.